ഞാൻ ഈ കൂട്ടത്തിലുള്ള ഇത്രയും മക്കളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഉമ്മാന്റെ മുഖത്തേക്ക് ഒരു 5 മിനിറ്റ് നോക്കി നിന്നിട്ടുണ്ടോ? ഇപ്പം നോക്കണം നിങ്ങള്. എന്നിട്ടൊരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നോക്കണം. അള്ളാഹ് ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ. വാപ്പാന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയിട്ടുണ്ടോ? ആ സാധു വാപ്പ കഴുത ഭാരം വഹിക്കുന്നത് പോലെ ഒരായുസ് മുഴുവൻ വാപ്പ അധ്വാനിച്ചോണ്ടിരിക്കുക. വാപ്പ ഉരുകുന്ന ഉരുകല നിങ്ങളുടെ ഓരോ സന്തോഷങ്ങളും. ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ വാപ്പയുമ്മയും തരാത്തത് എന്തെങ്കിലും കയ്യിലുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങൾ പോലും വളർന്നത് വാപ്പാന്റെയും ഉമ്മാന്റെയും ത്യാഗം കൊണ്ടാ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ തിരുദൂതം പഠിപ്പിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മയോടുകൂടി സ്വഭാവം കാണിച്ച് പെരുമാറേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോടാവണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാരുമാരും പിണക്കുമായിട്ടാ ജീവിക്കുന്നതെങ്കിൽ നല്ല മക്കൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മേ ഒന്ന് നന്നാവണം, ഒന്ന് സലാം പറയണം, വാപ്പയെ ഒന്ന് കയറി ചെല്ലണം, നിങ്ങൾ മരിക്കുമ്പോൾ ഒരു ബർക്കത്തുണ്ടാവണം. കാരണം മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ ഹബീബ് സുജൂദ് ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു അറാബി ശത്രു വന്ന് മൂത്രമൊഴിച്ചു. പരസ്യമായി റസൂലുള്ളാന്റെ നെറ്റിവെക്കുന്ന സ്ഥലം നോക്കി മൂത്രമൊഴിക്കുന്ന അറാബിനെ കണ്ടപ്പം മുഴുവൻ സഹാബാക്കളും ഊരിപ്പിടിച്ച വാളുമായി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ സമ്മതം തന്നാൽ അവന്റെ പെരടി ഞങ്ങൾ വിട്ടും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, തൊടാൻ പാടില്ല അറാബിനെ. മുഴുവനും മൂത്രമൊഴിച്ച അറാബിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് അവനോട് പോയിക്കോളാൻ പറഞ്ഞ റസൂലുള്ള അകത്ത് വന്ന് സഹാബത്തിനോട് പറഞ്ഞു, ഓ മൂത്രമൊഴിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് നീക്കിയിട്ട് വെള്ളമൊഴിക്കണം. അതേ ലോകത്തിന്റെ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടൂന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ? കുടുംബബന്ധം മുറിച്ച് പള്ളി കയറാൻ വന്ന സ്വന്തം വാപ്പാന്റെ പെങ്ങളോട് പിണക്ക് കാണിച്ച് പള്ളി കയറാൻ വന്ന ഒരു സ്വഹാബിയിലുള്ള. ആ സ്വഹാബി പിന്നീട് പറയുന്നുണ്ട്, ആ വാക്കെന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എന്റെ അമ്മായിന്റെ അരികിൽ പോയി ബന്ധം ചേർത്ത് തിരിച്ചു വരികയും ചെയ്തു. ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ ഒരാളോട് പറയണമെങ്കിൽ പള്ളിയിലെ ജമാഅത്തിന് ചിലപ്പോൾ പങ്കാളികളെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയും. അത്രക്ക് മനുഷ്യന്മാര് തമ്മിൽ പിണക്കില്ല. ആളെ കാണിക്കാൻ ജീവിക്കണ്ട, നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം. നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല, നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനൊരു വലിയ നഷ്ടാണെന്ന് എന്റെ മരണശേഷം എന്റെ ഭാര്യക്ക് തോന്നണം, അവളൊരു വലിയ നഷ്ടായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം. ഞങ്ങളൊരു വലിയ നഷ്ടായിരുന്നു എന്ന്, അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യമായിരുന്നു എന്ന് എന്റെ മക്കൾക്ക് തോന്നണം. ആ തിരിച്ചറിവാണ് കുടുംബം, ആ തിരിച്ചറിവാണ് ജീവിതം. അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം സമാധാനമല്ലാണ്ട് ഓരോ രാത്രി കിടന്നുറങ്ങുക, ആർക്കോ വേണ്ടി എണീക്കുക, ആർക്കോ വേണ്ടി തിന്നുക, ഒരു സ്വൈര്യവും ഇല്ലാണ്ട് കിടന്നുറങ്ങുക, അങ്ങനെ പോവുക, ഇടയ്ക്കെന്തെങ്കിലും സുഖേട് വരിക, തട്ടിപ്പോവുക.